അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അപരാധിയാമെന്റെ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. അപരാധിയാമെന്റെ എളിയോരു കാഴ്ചയെ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. തമ്പുരാൻ നമുക്ക് നന്ദി പറയാം. ജോസഫ് അച്ഛൻ, ഷക്കീത്ത് അച്ഛൻ നമ്മുടെ ഇടവകയുടെ വലിയ വലിയ അഭിമാനമാണ്. നമുക്കറിയാം ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മുരുമുരുടവകയായിരിക്കുമ്പോൾ ഈ നാടിനെ ഹൃദയത്തിൽ ചങ്കിൽ കൊണ്ട് നടന്ന അച്ഛനാണ്. അതുകൊണ്ട് എപ്പോൾ പറഞ്ഞാലും എപ്പോൾ വിളിച്ചാലും നമ്മുടെ ക്ഷേമം അന്വേഷിക്കും. ഓടി വരാൻ താല്പര്യം കാണിച്ചു മനോഹരമായ വചന സന്ദേശം നൽകി. നമ്മൾ ഓരോരുത്തരും യൗസേപ്പ് പിതാവിനെ പോലെ കാവൽക്കാരനാകണം മറ്റുള്ളവരുടെ. ഒരു സന്ദേശം പോയതായിരുന്നു. അത് പോയിട്ട് എൻ്റെ കുർബാനമൊക്കെ പറഞ്ഞു, നമ്മൾ ഭവനം പണിയുന്നവരാവുക, ഭവനം പണിയുന്നവരാവുക. ആത്യന്തികമായി പറഞ്ഞു വെച്ചത് ഐക്യമുണ്ടാവുക, കൂട്ടായ്മയുണ്ടാവുക എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അച്ഛനെ നമുക്ക് നന്ദിയോട് ഓർക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ലിൻഡോസൻ ഞാൻ പറഞ്ഞു ഞായറാഴ്ചയാണ്, തിരക്കുള്ള ദിവസമാണ്. എങ്കിലും ഈ ഇടവകയിൽ നമ്മുടെ അഭിമാനമായ അച്ഛൻ ഇടവന്നൂർ പള്ളിയിൽ വികാരിയ സേവനം അനുഷ്ഠിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. നന്നായി ഇടവകയെ മുന്നോട്ട് നയിക്കുകയാണ്. ലിൻഡോസൻ എല്ലാ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. ഒത്തിരിയേറെ അഭിമാനമായ ജെയിംസ് അച്ഛൻ. എന്താ ഞാൻ പറയുന്നത്? പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ, ഉപവാസത്തിൻ്റെ ഒരു മനുഷ്യൻ, ആത്മീയതയുടെ ഒരു മനുഷ്യൻ. അച്ഛൻ്റെ പ്രാർത്ഥന ഈ സക്രാരിയുടെ മുൻപിൽ എത്രയോ മണിക്കൂറുകൾ ഇരുന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് അച്ഛന് തമ്പുരാൻ കൊടുത്ത ഒരു സമ്മാനമാണ് ഈ ഹോൾ. നമ്മളൊക്കെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരാണ്. നന്ദിയോടുകൂടി ജെയിംസ് അച്ഛൻ കൊടുക്കണം. അച്ഛനോട് എന്നും പ്രാർത്ഥിക്കണം. കുറച്ചൊക്കെ വിഷമിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്, ചിലപ്പോൾ നമ്മളും ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ മാപ്പ് ചോദിക്കാൻ സാധിക്കണം. അത്രയ്ക്ക് വിശുദ്ധനായിട്ട് മനുഷ്യനാണത്. അതുകൊണ്ട് ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളെ സ്നേഹം പ്രകടിപ്പിക്കണം, തീർച്ചയായിട്ടും സ്നേഹം പ്രകടിപ്പിക്കണം. എന്നിട്ട് വിടാവും. അപ്പം അതുപോലെ അച്ഛൻ നമുക്ക് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അപ്പം ആ മനസ്സൊരിക്കലും വേദനിക്കാൻ പാടില്ല. ഇനി പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട് എന്തെങ്കിലും മുറിവുകളുണ്ടെങ്കിൽ അത് നമ്മൾ തൈലം പുരട്ടി മാറ്റിക്കൊടുക്കും. സാഞ്ചൊന്നൊരു ഇടവക അച്ഛൻ്റെ നെഞ്ചിനകത്ത് കൊണ്ട് നടക്കണം. കുർബാന കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഹോളിലേക്ക് പോകും. അവിടെ ബലൂൺ ആർച്ചിന് നടുവിൽ ഒരു റിബൺ കെട്ടിയിട്ടുണ്ടായിരിക്കും. ഷക്കീത്ത് അച്ഛൻ ആ റിബൺ മുറുക്കി നമ്മുടെ ജെയിംസ് അച്ഛൻ ഹോളിൽ വെച്ചിരിക്കും. പ്രത്യേകം നമുക്ക് എല്ലാത്തിലും സ്നേഹത്തോടെ പങ്കുചേരാം. കാരണം ഇത് നമ്മുടെ ഇടവകയുടെ കൂട്ടായ്മയുടെ ദിവസമാണ്. അതുകൊണ്ട് നന്ദിയോടുകൂടി പങ്കുചേരാൻ സാധിക്കട്ടെ. സെന്റ് ജോസഫ് ഹാളിൻ്റെ നാടമുറിക്കുന്നത് നമ്മുടെ ഇടവകയിലെ തന്നെ പിതാവായ ജോസഫ് സെക്രട്ടറിച്ചനാണ്. വലിയൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. സമാധാനവും പ്രത്യാശയും എപ്പോഴും സുരക്ഷായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രവാഹത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാ
മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനത്തോടുകൂടി. വ്യക്തിയിലെ വിയർപ്പുകൊണ്ട് അനുദിന ഭക്ഷണം സമ്പാദിക്കുവാൻ ആദിപിതാവായ ആദം വഴി ഞങ്ങളോട് ചെയ്ത കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കണമേ. ജീവിതയാത്രയിലെ ദുഃഖങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അങ്ങയുടെ തിരുമനസ് ദർശിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങയുടെയും അങ്ങയുടെ പ്രിയപുത്രത്തെയും മഹത്വത്തിനായി സമർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായിരിക്കും. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. എന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.